ഹലോ വെൽക്കം ടു മിസ്റ്റേക്ക് ലവ് മായ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഉത്രം നക്ഷത്രത്തിന് 2025 എനർജി എങ്ങനെയായിരിക്കും എന്നുള്ള റീഡിംഗ് ആണ്. ഓക്കെ, ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ടാരോ റീഡിംഗ്. ഓക്കെ, എനിക്ക് ബേസിൽ കിട്ടുന്ന കാർഡ് എന്ന് പറയുന്നത് ഹാർമോണി, ബാലൻസ് എന്നുള്ളൊരു കാർഡാണ്. നിങ്ങളുടെ പല കാര്യങ്ങളിലും ഒരു ബാലൻസ് കൊണ്ടുവരേണ്ടതുണ്ട്. നിങ്ങൾ പലപ്പോഴായിട്ട് 2024 എനിക്ക് തോന്നുന്നു ഒരു ഗീവർ എനർജി ആയിട്ട് നിന്നിട്ടുണ്ടാവും. നിങ്ങൾ അങ്ങോട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു, പക്ഷേ അതിനൊന്നും നിങ്ങൾക്ക് തിരിച്ചൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളൊരു അവസ്ഥയിൽ നിങ്ങൾ സ്റ്റക്കായിട്ടുണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഹാർമണി വിത്ത് നേച്ചർ ഈസ് കീ. കണക്ട് വിത്ത് ദ എലമെൻറ്റ് ഫോർ ബാലൻസ് ആൻഡ് വിസ്ഡം. ഓക്കെ, കുറച്ച് സമയം മാക്സിമം നേച്ചറുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, കണക്റ്റിംഗ് വിത്ത് എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് നമ്മുടെ യൂണിവേഴ്സിൽ ഒരു 4 എലമെൻറ്റ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. വിച്ച് ഇസ് എർത്ത്, ഫയർ, വാട്ടർ, എയർ. ഈ 4 എലമെൻറ്റ്സ്, ഈ 4 എലമെൻറ്റ്സുമായിട്ട് നിങ്ങൾക്ക് കണക്ഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുക. നേച്ചറുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ കുറച്ച് നേരമെങ്കിലും കുറച്ച് എന്തെങ്കിലും വായിക്കാനോ കൂടുതലായിട്ട് പഠിക്കാനോ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. നിങ്ങളുടെ അറിവ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് കാണുന്നു. അടുത്തതായിട്ട് എനിക്ക് കാണുന്നത് ന്യൂ എർത്ത് ആണ്. മാർച്ച് മന്തിൽ ഇറ്റ് ഈസ് ഹാപ്പനിങ്, കീപ് ഹോൾഡിങ് ടു യുവർ വിഷൻ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ താല്പര്യമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വെച്ചിട്ടുണ്ട്, ഈ ഒരു ഇയറിൽ എനിക്കത് നടത്തിയെടുക്കണം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ആ ഒരു വിഷൻ നടക്കും, അത് പതുക്കെയാണെങ്കിലും അത് നടക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ മുന്നിലോട്ടേക്ക് പോവുക എന്നുള്ളത് കാണുന്നുണ്ട്. അടുത്തതായിട്ട് എനിക്ക് കാണുന്നത് വാട്ട് ബൗണ്ടറീസ് നീഡ് ടു ബി ക്രിയേറ്റഡ് ആൻഡ് സ്ട്രെങ്തൻഡ് വിത്തിൻ മൈ റിലേഷൻഷിപ്പ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് കാണുന്നു. അതായത് ചില കാര്യങ്ങളിൽ ഒരുപാട് ആൾക്കാർ കയറി ഇടപെട്ടിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥകൾ ഒഴിവാക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലൈഫിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, റിലേഷൻഷിപ്പിൽ 2 പേരുടെ ആണെങ്കിലും 2 പേർക്കും അവരുടേതായിട്ടുള്ളൊരു സ്പേസ് ഉണ്ടാവണം എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറീസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾ, നിങ്ങളുടെ ഡിസയേഴ്സ്, നിങ്ങളുടെ ഫീലിംഗ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, റിലേഷൻഷിപ്പിൽ നിങ്ങൾ എവിടെയാണ് എന്നുള്ളത്, അത് നിങ്ങൾ എവിടെ നിന്ന് തുടങ്ങി ഇപ്പോൾ എവിടെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ക്ലിയർ ആക്ഷൻ മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ 2 പേരുടെയും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എനർജീസ് ആയിട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. അതായത് നിങ്ങൾ 2 പേരും ഒരുമിച്ച് നിൽക്കുന്ന സമയത്തുള്ള എനർജീനെയും നിങ്ങൾ 2 പേരും 2 ഡിഫറെൻറ്റ് വ്യക്തികളായിട്ട് നിങ്ങളുടെ എനർജീനെ ഒന്ന് ചിന്തിക്കുമ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആവശ്യങ്ങളും ആ ഒരു വ്യക്തിയുടേതായിട്ടുള്ള ആവശ്യങ്ങളുമായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് കാണാൻ പറ്റും. സോ ആ രീതിയിലുള്ള കുറച്ച് ക്ലാരിറ്റി നിങ്ങൾ ഗെയിൻ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ 2 പേരുടെയും ലൈഫ് മുന്നിലോട്ടേക്ക് വരാനും നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവാനും രീതിയിലുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കുക. ഓക്കെ, നിങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും ചിലപ്പം ചില കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ 2 പേർക്കും ഈക്വലി ഗ്രോത്ത് ഉണ്ടാവുന്ന കാര്യങ്ങൾ ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക. ഓക്കെ, എമ്പത്തി കമ്പാഷനൊക്കെ അതുകൊണ്ട് കുറയുന്നില്ല, പകരം അത് കൂടുന്നതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങളുടെ കാര്യങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഫിക്സ് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഈ ഒരു കാര്യം ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഇനി എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ മന്ത്രം എന്തായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുള്ള അറിവുകളും നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ വർത്തിയാണ്. അതായത് നിങ്ങൾ ഇത്രയും ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ട്, അതിന് നിങ്ങൾ വർത്തിയാണ്, നിങ്ങൾക്ക് അതിനുള്ള വർത്തുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇത്ര ഒരു സ്ഥലം വരെ ഇന്നയാൾക്ക് എൻ്റെ ലൈഫിൽ വരാം. വൈ? ബിക്കോസ് അവർക്ക് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്താണ് എന്നുള്ളത് നിങ്ങൾ സെറ്റ് ചെയ്തതുകൊണ്ടാണ്, അത് നിങ്ങൾ മനസ്സിലായത് കൊണ്ടാണ് നിങ്ങൾ ആ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്തിട്ടുള്ളത്. അനാവശ്യമായിട്ട് ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് കയറി വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബൗണ്ടറി അത് നഷ്ടപ്പെടുകയും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ സമാധാനം നഷ്ടപ്പെടാനുമുള്ള ചാൻസസ് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ബൗണ്ടറി ഞാൻ കീപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കി മുന്നിലോട്ടേക്ക് പോവുക. ഓക്കെ, ടാരോട്ട് കാർഡ്സിന് നിങ്ങളുടെ കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. ഐ എം സീയിങ് ഏസ് ഓഫ് സോർഡ്സ് എനർജി. ഏസ് ഓഫ് സോർഡ്സ് എനർജി എന്ന് പറഞ്ഞാൽ മാർച്ച് മന്തിൽ നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും ഒക്കെ കുറച്ച് പുതിയ ഐഡിയാസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഈ ഒരു ഐഡിയാസ് കിട്ടിയതോടെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസും ഒരുപാട് ഗ്രോത്തും ഒക്കെ വരുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഐഡിയാസ് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കാണുന്നു.
ഇത് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായാലും റാൻഡം ആയിട്ടായിരിക്കും ഈ തോട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിലൊരു സക്സസ് ഉണ്ടാവുമല്ലോ എന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ അറിവുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇപ്പം കുറച്ച് നാളായിട്ട് മേ ബി നിങ്ങൾ കുറച്ചുകൂടി ജോമെട്രി അല്ലെങ്കിൽ എന്തെങ്കിലും ഈക്വൽ ആയിട്ടുള്ള പാറ്റേൺസോ കാര്യങ്ങളോ ഒക്കെ ശ്രദ്ധിച്ചു തുടങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവാം എന്നുള്ളത് കാണുന്നു. ജോമെട്രിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളോട് നിങ്ങൾക്ക് ഇഷ്ടങ്ങൾ ഉണ്ടാവാം എന്നുള്ളത് കാണുന്നു. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ പേടിയുള്ള കാര്യങ്ങൾ അതിനകത്ത് നിങ്ങൾക്ക് ആ പേടി കുറഞ്ഞു വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതായത് ഈ ഒരു കാര്യത്തിൽ എനിക്ക് കുറേ നാളായിട്ട് പേടിയാണ്, ആ ഒരു പേടി എനിക്ക് കുറയ്ക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് നിങ്ങൾക്ക് ഇത് എൻജോയ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്, പക്ഷേ നിങ്ങൾക്ക് പേടി കാരണം അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്റ്റെപ്പ് എടുക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് കാണുന്നു. ഐ ആം സീയിങ് സ്ട്രെങ്ത്, അതായത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പവറുള്ള കാര്യങ്ങളുണ്ട്. ഈ വീഡിയോ കാണുന്ന പലർക്കും ഇതുവരെയും നിങ്ങളുടെ എക്സാക്റ്റ് കഴിവെന്താണ് എന്നതുവരെ മനസ്സിലായിട്ടുണ്ടാവില്ല എന്നുള്ളത് കാണുന്നു. നിങ്ങളുടെ ഒരു പെർട്ടിക്കുലർ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള വ്യക്തിയും ടൈം ചെയ്തെടുക്കാൻ എത്രയും ബുദ്ധിമുട്ടുള്ളൊരു വ്യക്തിയെയും നിങ്ങൾക്ക് ടൈം ചെയ്തിട്ട് അവരെ നിങ്ങളുടെ കൂടെ നിർത്താനുള്ളൊരു പവർ നിങ്ങൾക്കുണ്ട്. അതൊരു എക്സലൻറ്റ് ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. എത്ര മോശമായിട്ടുള്ളൊരു വ്യക്തിയെയും നിങ്ങൾക്ക് പഠിപ്പിച്ചെടുത്ത് നിങ്ങളുടെ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതും അതേപോലെ തന്നെ ഡിഫിക്കൽട്ടായിട്ടുള്ള ആൾക്കാരെ നിങ്ങൾക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങളുടെ കൂടെ നിർത്താൻ പറ്റുന്നതും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി തന്നെയാണ്. സോ ആ ഒരു രീതിയിലുള്ളൊരു കഴിവ് നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതിനുവേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അത് നിങ്ങളുടെ ലൈഫിലേക്ക് കൂട്ടാൻ വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുക. അതേപോലെ തന്നെ ഇൻഫിനിറ്റ് ആയിട്ടുള്ള പവറാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. ബാക്കിയുള്ളവരെക്കാട്ടിലും ഇൻഫിനിറ്റ് ആയിട്ടുള്ളൊരു പവർ നിങ്ങൾക്കുണ്ട്. ആൻഡ് ഐ എം സീയിങ് ഒരു കിങ് എനർജി അല്ലെങ്കിൽ ക്വീൻ എനർജി എനിക്ക് കാണാൻ പറ്റുന്നു. ബിക്കോസ് ഒരു ലയൺ എനർജിയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഭയങ്കരമായിട്ട് അൺനോട്ടീസ്ഡ് ആയിട്ട് പോയിരുന്നുണ്ടാവും പലപ്പോഴായിട്ട് നിങ്ങളുടെ കഴിവ് എല്ലാവരും നോട്ടീസ് ചെയ്യണം എന്നില്ല. പലർക്കും നിങ്ങളുടെ കഴിവ് പിക്ക് ചെയ്യാൻ പറ്റണം എന്നില്ല. നിങ്ങളൊരു എന്താ പറയുക, ഒരു ജെമ്മാണ്, ഒരു പ്രഷ്യസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേങ്കിൽ അത് അൺനോട്ടീസ്ഡ് ആയിട്ട് ആൾക്കാർ കയ്യിൽ നിന്ന് പോകുന്നു. ബിക്കോസ് നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിക്കേണ്ട രീതിയിലല്ല ആൾക്കാർ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോബിൽ നിങ്ങളുടെ കഴിവ് ഉപയോഗിക്കപ്പെടേണ്ട രീതിയിലല്ല ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് ഉള്ളത്. നിങ്ങളുടെ ആക്ച്വൽ ആപ്റ്റിറ്റ്യൂഡും നിങ്ങളുടെ ശരിക്കുള്ള ആ ഒരു കഴിവും വെച്ചിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ലെവലിൽ എത്തിയിട്ടുണ്ടാവുന്ന വ്യക്തികളാണ് എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. 5 ഓഫ് പെൻറ്റക്കിൾസ് എനർജി, മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് കളിക്കുന്ന സമയത്ത് ഏറ്റവും ശ്രദ്ധിച്ച് മാത്രം അതിനെ മാനേജ് ചെയ്യുക. ബിക്കോസ് ഐ എം സീയിങ് എന്തെങ്കിലും ലോസസ് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് അത് മാക്സിമം ഒഴിവാക്കുക. മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ചെയ്യുന്ന സമയത്ത്, അതിനെ കൊണ്ട് ആക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ശ്രദ്ധിച്ചിട്ടും കുറച്ചുകൂടി ശ്രദ്ധ കൊടുത്തിട്ടും അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടും മാത്രം ഒന്ന് ആക്ട് ചെയ്യാം. ഓക്കെ, പൊതുവെ ഒരു നഷ്ടം, ലോസ് ഒക്കെ ഉണ്ടാവുന്നതും അതിൻ്റെ ഒരു വിഷമത്തിലൊക്കെ ഇരിക്കുന്ന ഒരു സമയമായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അതുകൊണ്ട് റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ മാക്സിമം ഒഴിവാക്കുക എന്നുള്ളത് കാണുന്നു. ഓക്കെ, ഐ എം സീയിങ് ദ ഹെർമിറ്റ് മോഡ്. എന്തുകൊണ്ട് ഈ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫിലെ സ്ട്രെങ്ത്ത്, ഇതുവരെ മനസ്സിലാവാത്ത കുറച്ച് സ്ട്രെങ്ത്തുകൾ മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതേപോലെ തന്നെ ഒരു സേജ് എനർജി, അതായത് ഒരു സന്യാസി അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ ഒരു എനർജി പോലെയാണ്. അതെന്ന് വെച്ചാൽ അവർ മാക്സിമം ഈ ഒരു മെഡിറ്റേഷനിലേക്കും കാര്യങ്ങളിലൊക്കെ പോകുന്നത് തന്നെ അവരുടെ പേർപ്പസ് മനസ്സിലാക്കാനും അവരുടെ എനർജി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതുപോലെ അവരെന്താണ് ആഗ്രഹിക്കുന്നത്, അവരെ ഈ ലൈഫ് കൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് സെൽഫ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയും. അതായത് നമ്മുടെ ഉള്ളിൽ എന്താണ് എന്ന് മനസ്സിലാക്കാൻ, നമ്മൾ എന്താണ് മനസ്സിലാക്കാൻ ഉള്ളൊരു ടൈം പീരീഡ് ആയിട്ടാണ് ഇതിനെ എടുക്കേണ്ടത്. കാണുന്നവരിൽ പലരിലും ഒരുപാട് മുന്നിലോട്ടേക്ക് വരേണ്ട ഒരുപാട് യുണീക്ക് ടാലൻസ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് ബാക്കിയുള്ളവർക്ക് നിങ്ങളെ പോലെ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് നിങ്ങൾ എന്ന് മനസ്സിലാക്കുക. ഐ ആം സീയിങ് ദ മൂൺ കാർഡ് എഗെയിൻ, വിച്ച് മീൻസ് നിങ്ങൾക്ക് സ്പിരിച്വൽ ഗ്രോത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഭൂരിഭാഗം ആൾക്കാർക്കും സ്പിരിച്വലി നിങ്ങൾ കണക്റ്റഡ് ആവുന്ന ഒരു സമയമാണ്. സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു ഈസി പ്രോസസ്സ് അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. when
ടു അതേഴ്സ് എൻ്റെ സ്പിരിച്വൽ ഗ്രോത്ത് അല്ലെങ്കിൽ സ്പിരിച്വൽ പ്രോസസ്സ് നടന്നത് വളരെ ഏർലി ഏജിലായിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ആ ഒരു ടൈമിലായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നത്. എൻ്റെ ഏർലി 20s എനിക്ക് ഏറ്റവും കൂടുതൽ, ഏർലി 20s അല്ല അതിൻ്റെയും മുന്നിൽ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് പ്രശ്നങ്ങൾ. സോ എനിക്ക് ആ ഒരു ടൈമിൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ജേർണി ആയിരുന്നു. പക്ഷേ ഐ വാസ് നോയിങ് ദാറ്റ് എന്തോ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് മനസ്സിലായി, പക്ഷേ അത് സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷനാണെന്ന് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധി എനിക്കില്ലായിരുന്നു. സോ ദാറ്റ് വാസ് എ തിങ്. പക്ഷേ പലർക്കും അത് ഡിഫറെൻറ്റ് ഏജിലായിരിക്കും, ഏജ് ഗ്രൂപ്പ്സിലായിരിക്കും. സോ ആ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് വരിക, സ്പിരിച്വൽ ഗ്രോത്ത് വരുന്നത് വളരെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏജ് ഗ്രൂപ്പിലായിരിക്കും. ഓക്കെ, ഇപ്പോഴും 50s 60s 70s ഇരിക്കുന്ന ആൾക്കാർക്ക് സ്പിരിച്വൽ ഗ്രോത്ത് വരാത്ത ആൾക്കാരെ ഐ ഹാവ് മെറ്റ് പീപ്പിൾ ലൈക്ക് ദാറ്റ്. അതായത് ജസ്റ്റ് പല അമ്പലത്തിൽ പോകുന്നു, പ്രാർത്ഥിച്ച് തിരിച്ചു വരുന്നു, എന്നിട്ട് എങ്ങനെയാണ് ലൈഫ് ലീഡ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, എന്നിട്ട് ടോക്സിസിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. വിച്ച് മീൻസ് അവർ സ്പിരിച്വലി എന്ന് പറയുന്നത് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നുള്ളൊരു പ്രോസസ്സായിട്ട് കാണുന്ന വ്യക്തികളുണ്ട്. സോ ദാറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് വേ ഓർ ദ റൈറ്റ് തിങ് ടു സ്പിരിച്വാലിറ്റി എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, നിങ്ങളുടെ കാര്യത്തിൽ ഈ ഒരു സ്പിരിച്വൽ ഗ്രോത്ത് വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് തത്വമസി, അതായത് യു ആർ, ദാറ്റ് ഈസ് യു, അതായത് നിങ്ങളാണത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഗ്രോത്ത് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള രീതിയിലേക്ക് നിങ്ങളുടെ ലൈഫ് വരും. അതിന് മുന്നേ ഉള്ളൊരു കൺഫ്യൂസ്ഡ് ഫേസ് ആയിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാവാം, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്ത് തിരിച്ച് തെറ്റായിട്ടുള്ള പാത്തിലൂടെ പോവാം. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാം. പക്ഷേങ്കിൽ യു വിൽ ബി ഹാപ്പി അറ്റ് ദ എൻഡ് ഓഫ് ദിസ് ഫേസ് എന്നുള്ളത് മനസ്സിലാക്കാം. മൂണുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ മൂൺ മെഡിറ്റേഷൻ നിങ്ങളെ വളരെ ഹെൽപ്പ് ചെയ്യും. ഫുൾ മൂൺ ഡേ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി മുന്നിലോട്ടേക്ക് പോവുക എന്നുള്ളത് കാണുന്നു. നെക്സ്റ്റ് ഐ എം സീയിങ് ദ ഹൈ പ്രീസ്റ്റസ് എനർജി. എഗെയിൻ ഐ എം സീയിങ് സ്പിരിച്വൽ ഗ്രോത്ത്. ഹൈ പ്രീസ്റ്റസ് എനർജി എന്ന് പറഞ്ഞാൽ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു ടൈം പീരീഡ് ആയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെ ഹൈ പ്രീസ്റ്റസ് എനർജീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ലൈക്ക് ഒരു സെൻസിറ്റിവിറ്റി കൂടുന്ന ഒരു സമയം കൂടിയാണ്. അതായത് നിങ്ങൾക്ക് ചുറ്റിലുമുള്ള ആൾക്കാരുടെ എനർജി പിക്ക് ചെയ്യാൻ പറ്റും, അവരുടെ എനർജി മനസ്സിലാക്കി നിങ്ങൾക്ക് ബിഹേവ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. ഓക്കെ, അവർ വിഷമിച്ചിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ വിഷമിച്ചിട്ട് ഇരിക്കുകയാണ്, അവരുടെ മനസ്സിൽ ഇന്ന കാര്യങ്ങളൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാവും. അതേപോലെ തന്നെ നിങ്ങളെ പറ്റിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവർ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെയൊക്കെയുള്ള ഒരു ക്ലിയർ ഇൻറ്റ്യൂഷൻസ് വളരെ ക്ലിയർ ആവുന്ന ഒരു ടൈം പീരീഡാണ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഡ്രീമിലോ അല്ലെങ്കിൽ നിങ്ങൾ സ്പോണ്ടേനിയസ്ലി വെറുതെ ഇരിക്കുന്ന സമയത്തോ നിങ്ങളുടെ ലൈഫിനെ പറ്റിയിട്ട് നിങ്ങൾ ചോദിക്കുന്ന ഉത്തരത്തിനുള്ള സയൻസ് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസസും വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നിങ്ങൾക്കുള്ള ഫെയറി മെസ്സേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് നിങ്ങളുടെ 2025 മാർച്ച് മന്തിന് വേണ്ടിയിട്ടുള്ളൊരു ഫെയറി മെസ്സേജ് എന്താണ് എന്നുള്ളത് നോക്കാം. ലെറ്റ്സ് സീ വാട്ട് ഈസ് എ ഫെയറി മെസ്സേജ്. ഐ എം സീയിങ് സോളിറ്റ്യൂഡ്. ഓക്കെ, ഇതിനകത്ത് വീണ്ടും നിങ്ങളുടെ അടുത്ത് ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. പലപ്പോഴായിട്ടും അത് ഫസ്റ്റ് റീഡിങ്ങിലും എനിക്ക് കണ്ടു. Think of being alone as a meaning you are all alone and total harmony with everything. The greatest treasures are those that wait silently during your quiet times. Okay, നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ പലപ്പോഴായിട്ടും നിങ്ങൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലായിട്ടുള്ളത്. സോ അത് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിലേക്ക് വരുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ കുറച്ചുകൂടി ഒറ്റപ്പെട്ടിരുന്നാൽ മാത്രമേ നിങ്ങൾക്കത് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ലെറ്റ്സ് സീ വാട്ട് ഈസ് ദ ഏഞ്ചൽ മെസ്സേജസ് ഫോർ യു. ഐ എം സീയിങ് ട്രസ്റ്റ്, വിശ്വാസം. യു നീഡ് ടു ട്രസ്റ്റ്, അതായത് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു കാര്യം നടക്കും എന്നുള്ളത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് വേണം മുന്നിലോട്ടേക്ക് വരാൻ. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നടക്കും എന്നുള്ള ട്രസ്റ്റ് നിങ്ങൾ കീപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ഇത് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ചില കാര്യങ്ങൾ നിങ്ങൾ റീകൺസിഡർ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതും കാണുന്നു. സോ 2025 യു നീഡ് ടു റീകൺസിഡർ സംതിങ്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഇത് വേണം എന്നുള്ള തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടാകും, പക്ഷേ അത് ചിലപ്പോൾ ശരിയായിരിക്കണമെന്നില്ല, ശരിയായിട്ടുള്ളൊരു തീരുമാനമാവണം എന്നുള്ളതില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സംഭവം നിങ്ങളുടെ ട്രസ്റ്റും റീകൺസിഡറേഷനും ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അതേപോലെ തന്നെ കുറച്ച് സമയം നിങ്ങൾ ഒറ്റയ്ക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദാറ്റ് വിൽ ഹെൽപ്പ് എന്നുള്ളത് മനസ്സിലാക്കും. നെക്സ്റ്റ് ഐ എം സീയിങ് ഒരു സ്പിരിറ്റ് മെസ്സേജസ് ഫ്രം ദി യൂണിവേഴ്സ് എന്താണ് ഫോർ യു എന്നുള്ളത് നോക്കട്ടെ.
ഓക്കെ, നിങ്ങൾ ഒരുപാട് ടെസ്റ്റഡ് ആണ് എന്നുള്ളത് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു പരീക്ഷണത്തിൻ്റെ ഒരു കാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷെങ്കിൽ നിങ്ങൾ ഈ ഗ്രൗണ്ടിൽ നിന്നിട്ട് നിങ്ങളുടെ പരീക്ഷണങ്ങളെ ഒക്കെ തിരിച്ചു തള്ളേണ്ട ഒരു ടൈം ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള വർത്ത് മനസ്സിലാക്കണം. അതായത് നിങ്ങൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നിങ്ങൾ എത്രത്തോളം വർത്തിയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, കോൺഫിഡൻസ് ഉണ്ടാവണം, മുന്നിലോട്ടേക്ക് തന്നെ പോകാൻ വേണ്ടി തീരുമാനമെടുക്കണം എന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഇയർ എന്ന് പറയുന്നത് 2025 എസ്പെഷ്യലി ഈ ഒരു മാർച്ച് മന്ത് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ ഗ്രോത്ത് തരുന്ന ഒരു ഇയർ ആയിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് ഐ എം സീയിങ് നിങ്ങൾക്ക് ഈ പറയുന്ന ഓരോരോ ഫീലിങ്സ് വന്ന് തുടങ്ങിയിട്ടുണ്ടാവും എന്നുള്ളത് കാണുന്നു. ഇപ്പോൾ ഓൾറെഡി 2025 ആയല്ലോ. സോ ഈ ഒരു ഫീലിങ്സൊക്കെ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നിങ്ങൾ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സോ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതല്ല, നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്ത് നടക്കുന്നതുകൊണ്ട് തോന്നുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കി തന്നെ മുന്നിലോട്ടേക്ക് പോവാം. ഓക്കെ, കരിയർ വൈസ് നിങ്ങൾക്ക് കാണുന്നത് നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സമയമല്ല, എന്തെങ്കിലും വിട്ടിട്ട് വേറെ ഒന്നിലേക്ക് പോകാൻ പറ്റിയിട്ടുള്ളൊരു സമയമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. 5 മാസം സമയം വരെ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് അങ്ങനെ സ്വിച്ച് ചെയ്തിട്ട് മാറാൻ വേണ്ടിയിട്ട്. 5 മാസത്തിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വിച്ച് ചെയ്യാം, പുതിയ കാര്യങ്ങളിലേക്ക് പോകാം. ഓക്കെ, അതേപോലെ തന്നെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പേർട്ട് ഒപ്പീനിയൻ ചോദിക്കാം, എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് അതിന് വേണ്ടിയിട്ടുള്ളൊരു ഒപ്പീനിയൻ ചോദിക്കാം എന്നുള്ളതും കൂടിയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾക്ക് നെക്സ്റ്റ് സ്റ്റാറിൻ്റെ കാര്യങ്ങൾ നോക്കാം.